നമസ്കാരം. സുധീഷ് ചെമ്പശ്ശേരിയാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ, എൻ്റെ ഗ്രാമത്തില്. അപ്പൊ എന്തായാലും ആ, മനോഹരമായിട്ടുള്ള ഈ ഗ്രാമത്തിന്റെ കുറെ കാഴ്ചകളും കൂടി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുറെ ആളുകൾ മെസ്സേജ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഗ്രാമത്തിന്റെ കാഴ്ചകൾ, ഇതൊരു സുന്ദരമായ ഗ്രാമമാണ് ഈ കിണാശ്ശേരി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റോഡും അവിടുത്തെ കാഴ്ചകളും ഒക്കെ ഞാൻ ക്യാമറയിൽ ഒപ്പിയെടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും മഴയായതുകൊണ്ട് വേറെ എവിടെയും പോയിട്ടില്ലെന്ന്. അപ്പൊ എന്തായാലും ഇതിപ്പോ ഒരു ട്രാക്ടറോടെ പൂട്ടാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പൊ ഇവിടെ പോയി മഴ വെള്ളം ഇതായിട്ടാണ് എന്താണെന്ന് അറിയില്ല. ഇന്നലെ ഇവിടെ പൂട്ടുണ്ടായിരുന്നു, ഇന്നിപ്പോ നിർത്തി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഈ സുന്ദരമായ കിണാശ്ശേരി എന്നുള്ള ഗ്രാമം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യുക. ഫേസ്ബുക്കിൽ അതുപോലെ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോണത്. അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ കിണാശ്ശേരിയുടെ ഉള്ളറകളിലേക്കുള്ള എൻട്രി. ഇതാണ് കുറ്റികളൊക്കെ ഇങ്ങനെ കൂടുന്ന സമയത്തേ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ തുടങ്ങി കേട്ടോ. കുറ്റികളൊക്കെ ഉണ്ടോ, മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇവിടെയൊക്കെ നിരത്തിയിട്ട സ്ഥലങ്ങളാണ്, കുറച്ചത് കഴിഞ്ഞിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഇവിടെ കുറെ പാടങ്ങളൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രമുണ്ട് ഈ പാടത്ത് തന്നെ. അപ്പൊ അത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്ക് പോണ വഴിയാണ്, ഈ വരമ്പത്ത് കൂടെ വേണം പോവാൻ. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ എല്ലായിടത്തും. ഈ ചാലിലൊക്കെ ഉണ്ടോ, ഇത് കിടക്കണമെങ്കിൽ നല്ല പാടാണ്. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞ് ഇതായിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇത് ആദ്യം ഒന്ന് അങ്ങോട്ട് കിടക്കണ്ടേ. അങ്ങനെ ക്ഷേത്രത്തിലേക്കുള്ളൊരു വഴിയാണ് കേട്ടത്. ഇത്രയും സുന്ദരമായ സ്ഥലമാണ് നിങ്ങളുടെ കിണാശ്ശേരി. അപ്പൊ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രം കാണിച്ചു തരാം കേട്ടോ. പാടത്ത് അത് പോണുണ്ടോ മയില്. ഇതാണ് ആ ക്ഷേത്രം. ഇതൊരു ശിവക്ഷേത്രമാണ്, അതിപുരാതനമായിട്ടുള്ള ശിവക്ഷേത്രമാണ് കേട്ടോ. കുന്നീശ്വരൻ ശിവക്ഷേത്രം എന്നാണ് പറയുക കിണാശ്ശേരിയിൽ. ഇത് പാടത്തിന്റെ എന്താ, പാടത്തിന്റെ നടുക്കായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള വഴി തന്നെയാണ്. ക്ഷേത്രത്തിന്റെ മെയിൻ ഗേറ്റ്. അപ്പോൾ ഇതാണ് കുന്നീശ്വരം ശിവക്ഷേത്രം എന്നാ പറയുന്നത് കേട്ടോ. തികച്ചും ഒരു ഗ്രാമാന്തരീക്ഷത്തിന്റെ ഉള്ളില് പാടങ്ങൾക്ക് നടുവിലുള്ള ഒരു ക്ഷേത്രമാണിത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്ര കുളം ഉണ്ട് കേട്ടോ. ഇതിന്റെ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പൊ എന്തായാലും അതും കൂടി കാണിച്ചു തരാം. മനോഹരമായിട്ടുള്ളൊരു ചെറിയ ക്ഷേത്രക്കുളം. നല്ല നീല നിറത്തില്. ഈ പാടത്തിന്റെ നടുവിലുള്ള ഇതേപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ. ചെറിയ പടവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ. ഇത് മഹാവിഷ്ണുവിന്റെ ഒരു ഉപദേവനായിട്ട് മഹാവിഷ്ണു ഉണ്ട് ഇവിടെ. ശാസ്താവ്, അതുപോലെ തന്നെ നാഗരാജാവിനൊക്കെ പ്രതിഷ്ഠ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് അപ്പോ അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്ന കുന്നീശ്വരം ശിവക്ഷേത്രമാണ് കേട്ടത്. മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്.
വീടിന്റെ ചുറ്റുമുള്ള പാടങ്ങളാണ് കേട്ടോ. എന്താ ഇതൊരു നടവരമ്പാണ്. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ് കേട്ടോ അത്. അപ്പുറത്ത് കൂടെ വേറെ വഴിയുണ്ട് വീട്ടിലേക്ക്. ഇപ്പൊ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വഴിയുള്ളത്. ഇവിടെയൊക്കെ പെരുമഴയാണ്. അതുകൊണ്ട് ഈ ചെറിയ ചാലുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിട്ടുണ്ട്. അത് വഴികളൊക്കെ അതുകൊണ്ട് അടഞ്ഞു കിടക്കുകയാണ്. ഉണ്ടോ, ഇവിടെയൊക്കെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. മീനുകളുണ്ട്. ഇനി അങ്ങോട്ട് കടക്കണമെങ്കിലാണ് ബുദ്ധിമുട്ട്. നോക്കാം. വേണ്ട, ഇതൊക്കെ കാണുമ്പോ നമുക്ക് ടൗണൊന്നല്ല, നമ്മുടെ ഇതേപോലുള്ള ഗ്രാമങ്ങൾ തന്നെയാണ് കേട്ടോ ജീവിക്കാൻ സുഖം. ഇത് കണ്ടോ, ഇതുപോലുള്ള കൊച്ചു കൊച്ചു ഇരിപ്പിടങ്ങളൊക്കെ ഓരോ ഗ്രാമത്തിലും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, കുറേ ആളുകളിരുന്ന് സംസാരിക്കാനൊക്കെ. ഇത് നമ്മുടെ ഇപ്പം നേരത്തെ കണ്ട ക്ഷേത്രത്തിൻ്റെ മെയിൻ ബോർഡാണത്. കുന്നീശ്വരം ശിവക്ഷേത്രത്തിൻ്റെ ബോർഡാണ്. ഇതാണ് ശരിക്കും ഞങ്ങളുടെ ഒരു ടൗൺ കേട്ടോ. ഒരു ഗ്രാമത്തിൻ്റെ ടൗണ് ഇതാണ്. അധികം ശല്യങ്ങളും ഇതൊന്നും ഇല്ലാത്ത നാടൻ ആളുകളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള റോഡും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ മനോഹരമായിട്ട് കാഴ്ചകളാണെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ഈ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ ബസ്സൊക്കെ പോകുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും അത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. അതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് കേട്ടോ അത് കഷ്ടപ്പെട്ടിരുന്ന് സംസാരിക്കണത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇത് കിണാശ്ശേരിയാണ്. പാലക്കാട് ജില്ലയിൽ 2 കിണാശ്ശേരി ഉണ്ട്. പാലക്കാട് ജില്ലയിൽ ഇത് മണ്ണാർക്കാട് ഒറ്റപ്പാലം റൂട്ടിൽ പരിയാനംപറ്റ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള കിണാശ്ശേരിയുടെ ദൃശ്യങ്ങളാണ് കേട്ടോ അത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ കൊച്ചു ഗ്രാമത്തിന്റെ വീഡിയോ എല്ലായിടത്തേക്കും എത്തട്ടെ. അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത അമ്പലങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവരും യാതൊരു ഇതുമില്ലാതെ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ.